രക്ഷ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിവാഹ ജീവിതത്തിലേക്ക് ഒന്ന് പ്രവേശിച്ചാൽ മതി. വിവാഹത്തിന്റെ ഉടമ്പടി എന്തുവാ? മരണം കൊണ്ടല്ലാതെ വിവാഹബന്ധം വേർപിരിയത്തില്ല, അല്ലേ? മരണം വരെ ഞാൻ നിനക്ക് കീഴടങ്ങി അനുസരിക്കാമെന്നും, അല്ലേ? മരണം നമ്മളെ വേർപെടുത്തുന്ന ദിവസം ഞാൻ നിന്നെ പോറ്റി പുലർത്താമെന്നും, ഇല്ലേ? ഇതല്ലേ പരസ്പരമുള്ള ഉടമ്പടി. നിന്നെ സ്നേഹിക്കുമെന്നും ഞാൻ വിശ്വസ്തത പാലിക്കുമെന്നും നമ്മൾ ദൈവത്തിന്റെ മുമ്പിലും പരിശുദ്ധാത്മാവിന്റെ മുമ്പിലും പുത്രന്റെ മുമ്പിലും അല്ലെങ്കിൽ എന്താണ് സഭയ്ക്ക് മുമ്പിലും സർവ്വ മനുഷ്യരുടെ മുമ്പിലും നമ്മൾ എടുക്കുന്ന ഒരു പ്രതിജ്ഞയാണ്. എന്ന് മാത്രമല്ല വചനം പറയുന്നു, നിങ്ങൾ അമ്മയപ്പന്മാരെ തള്ളി ഒരു ദേഹമായിട്ട് തീരും. ശരി, അങ്ങനെ ആ എല്ലാ കുടുംബജീവിതവും ആരംഭങ്ങൾ ഒരു ദേഹം തന്നെയായിരുന്നല്ലേ? തമ്മിൽ കുറവുകളെ അറിയത്തില്ല, മറ്റൊരു പ്രശ്നം അവർക്ക് പ്രശ്നമല്ല. ആണോ? വീട്ടിലെ പ്രശ്നം, നാത്തുമാരുടെ പ്രശ്നം, സാമ്പത്തിക പ്രശ്നം ഒന്നും പ്രശ്നമല്ല. അവർ ഒരു ദേഹമായിട്ടാണ് ആദ്യ സ്നേഹത്തിൽ ജീവിച്ചത്. പക്ഷേ അനേകരും ഡൈവേഴ്സ് ആയി പോയിട്ടില്ലേ? അതെന്തുകൊണ്ടാണ് ഡൈവേഴ്സ് ആയിപ്പോയത്? അതായത് മരണം കൊണ്ടല്ലാതെ വേർപിരിയത്തില്ല, വിവാഹബന്ധം പിരിയരുതെന്ന് പറഞ്ഞെടുത്ത് വിവാഹബന്ധം തുടങ്ങി ആ മാസങ്ങളോ വർഷങ്ങളോ ഒക്കെ ആകുമ്പോൾ വേർപിരിയുന്നതിന്റെ കാര്യം എന്താണ്? തമ്മിൽ സ്നേഹമില്ലായ്മ, വിശ്വസ്തതയില്ലായ്മ, ഇല്ലേ? കരുണയില്ലായ്മ, ഇതൊക്കെ അതിനകത്ത് വരും. അല്ലെങ്കിൽ ദൈവഭയമില്ലായ്മ. അപ്പോൾ ഒരു ദേഹമായിരിക്കുന്ന വിവാഹ ജീവിതം വേർപിരിയുന്നുവെങ്കിൽ അതിന്റെ കാരണം അവരുടെ അവിശ്വസ്തതയോ സ്നേഹമില്ലായ്മയോ ബഹുമാനമില്ലായ്മയാണെങ്കിൽ എന്നേക്കും ജീവിക്കുവാനായിട്ട് ദൈവവും നമ്മളും തമ്മിലുള്ള ഈ ബന്ധവും നമ്മുടെ സ്വന്തം പാപനിമിത്തം നമുക്ക് വേണ്ടെന്ന് വെക്കാം. അത് ദൈവമല്ല വേർപിരിക്കുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് ദൈവം കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞാൽ മനുഷ്യൻ വേർപിരിക്കരുത്. ഇവിടെ നമ്മുടെ രക്ഷ വലിച്ചു കളയുന്ന ദൈവമല്ല, പിശാചുമല്ല. പിശാച് വഞ്ചിപ്പാൻ നമ്മുടെ ചുറ്റുമുണ്ട്. ആ വഞ്ചനയിൽ നമ്മൾ കുടുങ്ങി ലോകമോഹങ്ങളിൽപ്പെട്ട് നമുക്ക് ദൈവം വെച്ചിരുന്ന പരിശുദ്ധാത്മാവിനെ നിരന്തരം ദുഃഖിപ്പിച്ച്, ഒരു ഉദാഹരണം കൂടെ പറയും, വിവാഹബന്ധത്തെ പറ്റി തന്നെ പറയാം. നിരന്തരം കള്ളു കുടിച്ച് ഭാര്യ ഉപദ്രവിക്കുന്ന ഒരു ഭർത്താവ്, ഒരു ദേഹമായിട്ട് തീർന്നവരല്ലേ? ഈ ഭാര്യ അങ്ങ് ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്ത് ഒരു പരിധി കഴിയുമ്പോൾ ഈ ഭാര്യ എന്ത് പറയും? എനിക്ക് നിന്നെ വേണ്ടെന്ന് പറയും. പറയത്തില്ലേ? ഇത് തന്നെ ക്രിസ്ത്യൻ ജീവിതം. ദൈവം നമ്മളെ സഹിക്കാന്നോർത്തോളം സഹിക്കും. കാരണം പരിശുദ്ധാത്മാവിനെ തരാൻ വേണ്ടി സ്വന്തം പുത്രനെ തന്നിട്ടും നമ്മൾ നിരന്തരം ലോകക്കാരുടെ മുമ്പിൽ ഈ പരിശുദ്ധാത്മാവിനെ പുത്രനെ നമ്മൾ പരിഹസിക്കുകയാണ്.